33-ാം വാർഷികത്തോടനുബന്ധിച്ച് 33 വജ്രമോതിരങ്ങളും ബമ്പർ സമ്മാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, കച്ചേരി താഴം, മൂവാറ്റുപുഴ. ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവലറിക്കൊപ്പം. മൂവാറ്റുപുഴയിൽ പ്രവർത്തിച്ചിരുന്ന ആധുനിക മോട്ടോർ വെഹിക്കിൾ ഫിറ്റ്നസ് സെന്റർ അടച്ചുപൂട്ടിയിട്ട് മാസങ്ങൾ പിന്നിട്ടു. ജീവനക്കാരുടെ ശമ്പളം കുടിശ്ശികയായതോടെയാണ് ഫിറ്റ്നസ് സെന്റർ അടച്ചുപൂട്ടിയത്. മൂവാറ്റുപുഴയിൽ പ്രവർത്തിച്ചിരുന്ന ജില്ലയിലെ ആദ്യ ആധുനിക മോട്ടോർ വെഹിക്കിൾ ഫിറ്റ്നസ് സെന്റർ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വീണ്ടും അടച്ചുപൂട്ടി. 3 കോടിയോളം രൂപ ചിലവഴിച്ച് പെരുമ്പല്ലൂരിൽ നിർമ്മിച്ച മോട്ടോർ വെഹിക്കിൾ ഫിറ്റ്നസ് ആൻഡ് ഡ്രൈവിംഗ് സെന്ററാണ് ജീവനക്കാരുടെ ശമ്പളം കുടിശ്ശികയായതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയത്. പ്രവർത്തന മേൽനോട്ടം വഹിച്ചിരുന്ന കെൽട്രോൺ മറ്റൊരു കമ്പനിക്ക് ഹൈടെക് സെന്ററിന്റെ നടത്തിപ്പിന് ഉപകരാർ നൽകിയിരുന്നു. ഈ കമ്പനിയുമായുള്ള കരാർ പുതുക്കാത്തതും സെന്ററിനെ അടച്ചുപൂട്ടലിലേക്ക് നയിച്ചു. 2017 ആരംഭിച്ച മോട്ടോർ വെഹിക്കിൾ ഫിറ്റ്നസ് ആൻഡ് ഡ്രൈവിംഗ് സെന്ററിൽ ആധുനിക രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ്, വെഹിക്കിൾ ഫിറ്റ്നസ് പരിശോധന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഫിറ്റ്നസ് സെന്റർ അടച്ചുപൂട്ടിയതോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഫിറ്റ്നസ് സെന്ററിന്റെ മേൽക്കൂര ജീർണിച്ച് ഏതു നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ്. മഴ പെയ്യുമ്പോൾ വെള്ളം ചോർന്നൊലിച്ച ഫിറ്റ്നസ് സെന്ററിലെ ജനറേറ്ററും മറ്റ് മെഷീനുകൾക്കും കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മൂവാറ്റുപുഴ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ പ്രസിഡന്റ് സിദ്ദിഖ് പറഞ്ഞു. എറണാകുളം ജില്ലയിലെ ആദ്യത്തെ ആധുനിക രീതിയിലുള്ള CF ടെസ്റ്റിംഗ് ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. ഇത് മാസങ്ങളായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. വളരെ ശോചനീയാവസ്ഥയാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ചോർന്ന് ഉള്ള മെഷീനും കാര്യങ്ങളും നശിച്ചു പോകുന്ന രീതിയിലാണ് ഇപ്പോഴും ഇത് കാണുന്നത്. അതുപോലെ ഷർട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതുപോലെ ഈ ജനറേറ്റ് ചെയ്യുന്ന ഭാഗത്ത് വളരെ ചോർച്ചയും ആയിട്ട് കാണുന്നുണ്ട്. ഇത് ഇപ്പോൾ CF നടക്കുന്നത് RT ഓഫീസിൽ നിന്നും 15 കിലോമീറ്റർ അപ്പുറമാണ് നടക്കുന്നത്. ചുരുങ്ങിയത് RT ഓഫീസിൽ നിന്ന് 15 കിലോമീറ്റർ അപ്പുറമാണ് ഈ CF ടെസ്റ്റ് നടക്കുന്നത്. ഇത്രയും ദൂരം ലോങ് വണ്ടി ഓടിച്ച് അവിടെ ചെന്ന് CF എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് നന്നാക്കണമെങ്കിൽ തിരിച്ച് മൂവാറ്റുപുഴ എത്തേണ്ട ഒരു അവസ്ഥയുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ വന്ന് തിരിച്ച് വർക്ക്ഷോപ്പോ കാര്യങ്ങളോ ഇല്ലാത്തൊരു സ്ഥലത്താണ് CF ടെസ്റ്റ് നടക്കുന്നത്. മൂവാറ്റുപുഴ RT ഓഫീസിൻ്റെ ഈ ചുറ്റളവിൽ നമുക്ക് CF ടെസ്റ്റ് നടത്താൻ പറ്റിയ സ്ഥല സൗകര്യമുള്ള സ്ഥലങ്ങൾ മൂവാറ്റുപുഴ തന്നെയുണ്ട്. ആ മൂവാറ്റുപുഴ RT ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ മാറ്റി പണ്ടപ്പിള്ളിലേക്ക് കൊണ്ട് വച്ചിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. വാഹനങ്ങൾക്ക് ഇത്രയും ലോങ് ഓടി വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നടപടിക്രമങ്ങൾ സുതാര്യമാക്കുവാനും ഉദ്യോഗസ്ഥരുടെയും ഏജന്റുമാരുടെയും ചൂഷണങ്ങൾ അവസാനിപ്പിക്കാനുമായി ഡ്രൈവിംഗ് ടെസ്റ്റ്, വെഹിക്കിൾ ഫിറ്റ്നസ് പരിശോധന എന്നിവ കമ്പ്യൂട്ടർവൽക്കരിച്ചിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് റീജിയണൽ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന മിനി സിവിൽ സ്റ്റേഷന് സമീപം വാഴപ്പള്ളിയിൽ നടത്തിയിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റും ഫിറ്റ്നസ് ടെസ്റ്റും പെരുമ്പല്ലൂരിലെ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ പെരുമ്പല്ലൂരിലെ ഫിറ്റ്നസ് സെന്റർ അടച്ചുപൂട്ടിയതോടെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി മൂവാറ്റുപുഴയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള പണ്ടപ്പിള്ളിയിൽ എത്തേണ്ട അവസ്ഥയാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.